ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അരിപ്പൊടി കൊണ്ട് പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഈ ഒരു പലഹാരത്തിന് വേണ്ടി എടുക്കുന്നത് അരിപ്പൊടിയാണ്. 250 ml കപ്പിന്റെ അളവിൽ 1.25 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം. എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കറക്റ്റ് പരുവത്തിലും നല്ല ടേസ്റ്റിലും കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് അളവിലാണ് ചോറ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ റോസ് അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ചോറ് ഇട്ട് കൊടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 1/4 സ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ എത്രയാണോ ചോറെടുക്കുന്നത് ആ ഒരു കപ്പിന് 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഈ ഒരു അരിപ്പൊടിയിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ദാ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ നല്ല കട്ടിയായിട്ടാണ് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/4 മുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു പകുതി സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് വല്ലതും ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്തിട്ട് കൊടുത്താലും നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എങ്കിലേ കാണാനൊരു ഭംഗിയും അതുപോലെ തന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇതിലേക്ക് എരിവിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുള്ളത് 2 പച്ചമുളകും 4 ഉണക്കമുളകുമാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈവച്ചതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് യോജിപ്പിക്കാൻ നിൽക്കരുത്, അപ്പോൾ ഇതിന്റെ പരുവം തെറ്റിപ്പോവും. ഇപ്പൊ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിന്റെയും പകുതിയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ മാവിന്റെ പരുവം എന്ന് പറയുന്നത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ളതായിരിക്കണം. ഒരുപാടങ്ങ് ലൂസ് ആവരുത്, എന്നാൽ നന്നായിട്ട് ടൈറ്റ് ആവുകയും ചെയ്യരുത്. ഇപ്പൊ ദാ കറക്റ്റ് പരുവത്തിന് ഞാനിതെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നാലാണ് ഇതിന്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഞാനിപ്പോൾ എല്ലാ മാവും ഇതേപോലെ തന്നെ ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ ഇതിന്റെ ഉള്ളൊന്നും വെന്ത് കിട്ടത്തില്ല, പുറമേ നന്നായിട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതിൽ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇതുപോലെ പകുതി മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലാണ് ഇത് കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പൊക്കെ വിട്ടുപോകും. ഇപ്പോൾ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിന്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇത് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ചിലവില്ല. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ദാ പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.